ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരു പുതിയ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നല്ല ഇടയനും ആടുകളുടെ 3 ശത്രുക്കളും എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഒരു പാസ്റ്റർ സുരേഷ് നന്ദിമലയുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, ഇടയന് ഉണ്ടാകുന്ന 3 ശത്രുക്കളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇതുപോലെ പല ദൈവദാസന്മാരുമായി സംസാരിക്കുമ്പോഴാണ് ഓരോ വിഷയങ്ങൾ എനിക്ക് ലഭിക്കുന്നത്. സത്യത്തിൽ വിഷയമുണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവരിങ്ങനെ ഓരോ വിഷയം പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ യെശയ്യാവ് 34:16 പറയും പോലെ, യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവ് അതിനെ കൂട്ടിവരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ബൈബിളിൽ നിന്ന് വിവിധങ്ങളായ വചനങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് ഒരു ക്രമത്തിൽ ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു സന്ദേശമായി മാറുകയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അപ്പം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെയും കൊടുത്ത് ആടുകളെ സംരക്ഷിക്കുന്നു. ഉദാഹരണമായി നമ്മൾ ദാവീദിനെ നോക്കിയാൽ, സിംഹത്തെയും കരടിയെയും കൊന്ന് വലിച്ചു കീറി കളഞ്ഞ്, അല്ലെങ്കിൽ വലിച്ചു കീറിയപ്പോൾ അത് ചത്തു കാണും. അപ്പോൾ അങ്ങനെ ആടുകളെ രക്ഷിച്ചതായി കാണുന്നു. യെശയ്യാവ് 35-ാം അധ്യായത്തിൽ പറയുന്നത്, വഴിയിൽ സിംഹം ഉണ്ടായിരിക്കുകയില്ല, ദുഷ്ടമൃഗങ്ങൾ കയറി വരികയില്ല. സത്യത്തിൽ ദുഷ്ടമൃഗങ്ങളെ നല്ല ഇടയൻ വലിച്ചു കീറി കൊന്നു കളയുന്നത് കൊണ്ടാണ് അതിൻ്റെ ഉപദ്രവം ഇല്ലാതെ ആവുന്നത്. കാരണം ദുഷ്ടമൃഗങ്ങളും സിംഹവും ഒക്കെ ഉള്ളത് തന്നെയാണ് അതിൽ. അപ്പം നല്ല ഇടയനാണ് ആടുകളെ രക്ഷിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ 10:10 യേശു പറയുകയാണ്, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. എന്നാൽ ഒന്നാമത്തെ ശത്രുവായ കള്ളനെ കുറിച്ച് പറയുന്നത്, കള്ളൻ വരുന്നത് കൊല്ലാനും മുടിക്കാനും നശിപ്പിക്കാനും അല്ലാതെ മറ്റൊന്നിനുമല്ല. അപ്പൊ ദൈവം നമ്മളെ രക്ഷിക്കുമ്പോൾ, ഇപ്പൊ ഭൂമിയിൽ അനേക അനർത്ഥങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇതിനെല്ലാം ഉത്തരവാദി ദൈവമാണ് ഈ കൊല്ലുന്നത് എന്നൊക്കെ ചിന്തിക്കും. വിശ്വാസികളും ചിന്തിക്കും, ദൈവദാസന്മാരും ചിന്തിക്കും. സത്യത്തിൽ കൊല്ലുന്നത് ദൈവമല്ല. കൊല്ലുന്നതും മുടിക്കുന്നതും നശിപ്പിക്കുന്നതും പിശാചാണ്. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ദൈവം പറയുന്നുണ്ട്, ആ ദൈവം കൊല്ലുന്നവനും ജീവിപ്പിക്കുന്നവനുമാണ്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുണ്ട്. പക്ഷെ കൊല്ലാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ട് നമ്മൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി നിയമിച്ചിട്ടുള്ള നിത്യ നരകത്തിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ്. വിധിക്കുന്നത് ദൈവം തന്നെയാണ്, പക്ഷേ പിശാചിന്റെ പ്രവൃത്തികളെ നമ്മൾ ചെയ്യുന്നതിലൂടെയാണ്. അവൻ്റെ തന്ത്രം അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ദൈവ വഴിയിൽ നടക്കാതാക്കി നമ്മളെ നാശത്തിന് യോഗ്യരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ സത്യം. എന്ന് വെച്ചാൽ ന്യായവിധി സത്യത്തെ സ്വീകരിക്കാതെ വരുമ്പോൾ ന്യായവിധി നമ്മുടെ മേൽ വരും. അത് ദൈവം തന്നെയാണ് ന്യായവിധിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രവർത്തികൾ ദോഷമുള്ളതാകെ കൊണ്ട് ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റാതെയാകും. സത്യത്തിൽ കൊല്ലുന്നതും എല്ലാം ചെയ്യുന്നത് ദൈവം തന്നെയാണ്. എങ്കിലും ആ തന്ത്രം പിശാചിൻ്റെതാണ്. നമ്മളെ ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന് സമൃദ്ധിയായ ജീവൻ പ്രാപിക്കാതെ നമ്മളെ വഴിതെറ്റിക്കുന്നു. സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, നാമോ അവൻ്റെ കയ്യിലെ ആടുകളും അവൻ മേയ്ക്കുന്ന ജനവും തന്നെ. സങ്കീർത്തന പുസ്തകത്തിൽ വീണ്ടും വായിക്കുന്ന ഒരു കാര്യം, ആടുകളെ നിങ്ങൾ മനുഷ്യരത്രേ. സത്യം പറഞ്ഞാൽ ദാവീദ് ആട്ടിടയനായിരുന്നപ്പോൾ ഉള്ള അനുഭവങ്ങളെ വച്ചാണ് അവൻ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതും ആളുകളെ നോക്കി നടത്തിയതും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഇതുപോലെ ഞാനും പല അനുഭവങ്ങൾ പറയുന്നത് എൻ്റെ പട്ടാളത്തിലെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ദൈവം യുദ്ധത്തിനായി നമ്മുടെ വിരലുകൾ അഭ്യസിപ്പിക്കും, പലതും നമുക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. അപ്പോൾ കള്ളന്റെ കയ്യിൽ നിന്ന്
രക്ഷിക്കണം. കള്ളൻ വാതിൽ വഴിയല്ല വരുന്നത്, ഞാൻ വാതിലാകുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. കള്ളനായവൻ എന്ത് ചെയ്യും? വാതിലിലൂടെ വരികയില്ല. കള്ളന്റെ ലക്ഷ്യം കൊല്ലുക, മുടിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. ഈ ആടുകളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കള്ള ആടുകൾ അത് ചെന്നായ്ക്കളാണ്. മത്തായി 7-ാം അധ്യായത്തിൽ 16 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ അത്രേ. ആട്ടിൻ തോലിട്ട ആളുകൾ എന്ന് വെച്ചാൽ കാണാൻ നല്ല ഉത്തമന്മാരായിട്ടിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. സത്യത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ അന്യഭാഷയുടെ കൃപാവരം നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് വാങ്ങിക്കുന്നതിനേക്കാളും അന്യഭാഷയെക്കാളും ആത്മവിവേചനമാണ് ചോദിക്കേണ്ടത്, ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ. എന്തെന്ന് ചോദിച്ചാൽ, അനേകം ക്രിസ്ത്യാനികൾ, പെന്തക്കോസ്തുകാരെ ഞാൻ നോക്കുമ്പോൾ ഇവർ കല്യാണം കഴിക്കുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ലെവലിലുള്ള ആത്മീയ കൂട്ടാളികളെ കിട്ടുകയില്ല, ഭാര്യ ഭർത്താവ്. അങ്ങനെ ഇവരുടെ ആത്മീയ ജീവിതം ഒരിടത്തും എത്താതെയാവും. ഉദാഹരണത്തിന് ഞാൻ ഒരു സഹോദരനെ എനിക്കറിയാം, ജയകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ, കോളാർ ഗോൾഡ് ഫീൽഡിലാണ് അദ്ദേഹം ഉള്ളത്. എപ്പോഴും പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ ആയിട്ട് അവസാനം ലേമാൻ ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു സഹോദരിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതവും, എന്തിനധികം പറയുന്നു, ചർച്ചിൽ പോകുന്നത് പോലും അദ്ദേഹത്തിന് മുടങ്ങിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുപോലെ തക്കതായ തുണ ഇല്ലെങ്കിൽ ഇതുപോലെ ദർശനങ്ങൾ കാണുന്ന വേറൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പോലീസുകാരിയാണ്. പോലീസുകാരി സമാധാനമായിട്ട് വീട്ടിൽ ജീവിക്കാനേ പറ്റാതെ അദ്ദേഹം ഒരിക്കലും ഒരു സ്വപ്നം കണ്ടത്, അദ്ദേഹം ഒരു കുളത്തിൽ കുളിക്കുന്നു, ഇഷ്ടം പോലെ പാമ്പുകൾ ആ കുളത്തിലുണ്ട്. ഞാനും ഭാര്യയും കൂടെ ബൈക്കിൽ അവിടെ ചെന്നിറങ്ങി പ്രാർത്ഥിച്ചപ്പോൾ പാമ്പുകളെല്ലാം അപ്രത്യക്ഷമായി. പിന്നെ അവർ രണ്ടുപേരും കൂടെ ആ കുളത്തിൽ കുളിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? ഈ തക്കതായ തുണ ആത്മവിവേചനത്തിലൂടെ ശരിയായ ആളുകളെ നമ്മൾ കണ്ടുപിടിക്കണം. ദൈവവേലയായാലും ബിസിനസ് ആയാലും കുടുംബജീവിതമായാലും ശരിയായ കൂട്ടാളികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഉള്ളതിനെയൊക്കെ തിരഞ്ഞെടുത്ത് കൂടെ നിർത്തിയാൽ അത് നമ്മൾ ദുഃഖിക്കും. അവസാനം ദൈവം ആയാൽ പോലും രാത്രി മുഴുവനും യേശു പ്രാർത്ഥിച്ചിട്ടാണ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവ പദ്ധതി നിറവേറാൻ വേണ്ടിയാണ് യൂദാസിനെ പോലും തിരഞ്ഞെടുത്ത് കൂടെ നിർത്തിയത്. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു യൂദാസിനെ തിരഞ്ഞെടുത്തോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന്റെ പദ്ധതി നിറവേറാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കള്ളന്മാരിൽ നിന്ന് നമ്മൾ ആടുകളെ രക്ഷിക്കണം. ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു നല്ല ഇടയനാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കള്ളന്മാരിൽ നിന്ന് ആടുകളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തമേ ഇല്ല. നിങ്ങൾ എന്തിനാ റിസ്ക് എടുത്ത് ദുഷ്ടമൃഗങ്ങളെ കൊല്ലുന്നത്? ആടുകളെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് മുഖ്യ ഇടയൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം തന്നിട്ടുണ്ടെങ്കിലല്ലേ ഈ ആടുകളെ നിങ്ങൾ നോക്കി നടത്തി ലക്ഷ്യത്തിലെത്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഉത്തരവാദിത്തം ഇല്ലാത്ത വ്യക്തികൾ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. അത് കഴിഞ്ഞ് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ ആടുകളുടെ വേഷത്തിൽ വരുന്നത്, ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും തൊഴുത്തിനകത്ത് ആട് ചത്ത് കിടന്നു. അയ്യോ, നമ്മള് വെളിയിൽ കൊണ്ടുപോകുമ്പോൾ ദുഷ്ടമൃഗം വന്നു, സിംഹം വന്നു, ചെന്നായി വന്നു, എല്ലാം നമ്മൾ രക്ഷിച്ചു. പക്ഷെ ഇവിടെ അകത്ത് വന്നപ്പോൾ അതാ കടിച്ചിട്ടിരിക്കുന്നു, കൊന്നിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും അത് എല്ലാത്തിനെയും കൊല്ലും. അതിന് ഈസിയല്ലേ? ആലയ്ക്കകത്ത്, അതായത് ആ കൂട്ടിനകത്ത് സുഖമായിട്ട് എല്ലാത്തിനെയും കൊല്ലാം. ഇങ്ങനെ എത്രയോ ഉടായിപ്പ് ആളുകൾ ദൈവമക്കളെ ചൂഷണം ചെയ്യുന്നു. അവർ പറയും ദൈവമക്കളെ ചൂഷണം ചെയ്യാനാണ് എനിക്കിഷ്ടം എന്നവർ പറയില്ല. പറയുന്നത് അവരെ സഹായിക്കാൻ ഇഷ്ടമെന്നേ പറയൂ. പക്ഷെ മനസ്സിന്റെ ഉള്ളില് ഇവന്മാരെ പറ്റിച്ചാൽ ഇവന്മാർ കേസ് പോലും കൊടുക്കൂല, ചോദിക്കുകയും ഇല്ല, തിരിച്ചടിക്കുകയും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇവരെ സഹായിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയും. മനസ്സിൽ ചിന്തിക്കും ഇവനെയൊക്കെ പറ്റിക്കാനാണ് എനിക്കിഷ്ടം, വഞ്ചിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ തായ്ലൻഡിൽ മീൻപിടുത്തക്കാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് തിരികെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നോക്കിയപ്പോൾ, മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിൽ 5000 രൂപ കൈക്കൂലിയും കൊടുത്താണ് കേസ് കൊടുത്തത്. ഒരു ആക്ഷനും ഉണ്ടായില്ല. വെറുതെ
ഒരു ലേഡി ഇൻസ്പെക്ടർ കൈക്കൂലി വാങ്ങിച്ചു, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ കൈക്കൂലിയും കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ മിക്കവാറും പെന്തക്കോസുകാർ തന്നെ എല്ലാവരുടെയും 5 ലക്ഷം 2.5 ലക്ഷം എന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു ആളുകൾ, വിവിധ ഏജന്റുമാർ. അത് അവർ തന്നെ കംപ്ലൈന്റ് കൊടുക്കുന്നു. കംപ്ലൈന്റിലൊന്നും ആക്ഷൻ എടുത്ത് പണമൊന്നും ആർക്കും തിരിച്ചു വാങ്ങിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അതൊക്കെ ഇവരെ കൊണ്ട് സാധിക്കില്ല. ഇവര് പിന്നെ വെറുതെ നോക്കുകുത്തികളായിട്ട് പോലീസും പോലീസ് സ്റ്റേഷനും ജഡ്ജിയും കോടതിയും ഒക്കെ ഇരിക്കും. സത്യമേവ ജയതേ എന്ന് പറഞ്ഞ് അസത്യത്തെ ജയിപ്പിക്കാൻ വേണ്ടി. സത്യത്തിൽ ഇവരുടെ സത്യമേവ ജയതയുടെ ഫ്രണ്ടിൽ ഒരു ആ കൂടെ ചേർക്കണം. അപ്പൊ അസത്യമേവ ജയതേ എന്ന് എഴുതി വെക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് വന്നാലും ഈ തെളിവില്ല നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതിന്. അപ്പോ മൂന്നാമതുള്ള ശത്രു എന്ന് പറയുന്നത് കൂലിക്കാരനാണ്. ഇവർക്ക് കൂലി കിട്ടണം. ഇവർ കൂലിക്ക് വേണ്ടി എന്ത് ചെയ്യും? വേണമെങ്കിൽ ആടുകളെ ഇവര് പങ്കുവെച്ച് തിന്നുകയും ചെയ്യും. ഇവർക്ക് കൂലി കിട്ടണം, അല്ലാതെ വേറൊന്നുമില്ല. ഇന്നത്തെ ക്രിസ്തീയ മേഖലയിൽ നോക്കിയാൽ കൂലി കൊതിച്ച് കള്ളപ്രവചനം നടത്തുന്നവരെ നമുക്ക് കാണാൻ പറ്റും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:27 കൂലി കൊതിച്ച് വിലയേറിയ ജീവനുകളെ വേട്ടയാടുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കൂലിക്കാരൻ ചെന്നായി വരുമ്പോ ഓടിപ്പോവും. അവൻ കയറി ഒരു ചെവര് പോലെ ദൈവം നമുക്ക് മതിൽ പോലെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു മതിൽ പോലെ നിന്ന് എന്നെ താണ്ടിയിട്ടേ നീ അങ്ങ് പോവൂ, ഞാൻ വാതിലാണ്, എന്നെ കൊന്നിട്ടേ നിനക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞ അവൻ മതിൽ പോലെ നിൽക്കില്ല, അവൻ ഓടിപ്പോകും. ചെന്നായി വരുന്നത് കാണുമ്പോൾ കൂലിക്കാരൻ ഓടിപ്പോകും. യഥാർത്ഥ ഇടയനും ഉടമയും ഒക്കെ എന്ത് ചെയ്യും? കയറി കുറുകെ നിൽക്കും. അതാണ് യഥാർത്ഥ ഇടയൻ, ഉത്തരവാദിത്തമുള്ള ഇടയൻ. ദൈവ വിളിയുള്ളവൻ കയറി നിൽക്കും. നമ്മള് പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ, ഞാൻ 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തു. അപ്പൊ യുദ്ധത്തിന് പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ കൊന്നിട്ടേ ദേശത്തിലേക്ക് ശത്രു കയറി വരൂ. അതിനു വേണ്ടിയാണ് കാവലായിട്ട് നമ്മൾ നിൽക്കുന്നത്. എയറിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് എയർഫോഴ്സ്, വെള്ളത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് നേവി, കരയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആർമി. അപ്പൊ ഇങ്ങനെ അതിൽ വായു സൈന്യം എന്ന് പറയുമ്പോൾ ശത്രു കയറി വരുന്നത് കാണുമ്പോൾ ഈ പ്ലെയിൻ അങ്ങ് പോകും, ഫൈറ്റർ പ്ലെയിൻ. അപ്പൊ ഇങ്ങനെ ശത്രുവിനെ നിർമൂലമാക്കി കളയും. അതിനു വേണ്ടിയാണ് ഇവിടെ ഈ എയർഫോഴ്സ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഫൈറ്റർ പ്ലെയിൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ ഈ യഥാർത്ഥ ഇടയൻ എന്ത് ചെയ്യും? ആ മതിൽ പോലെ നിൽക്കും, ആടുകളെ തുടരുതെന്നും പറഞ്ഞിട്ട്. എന്നാൽ അല്ലാത്തവൻ എന്ത് ചെയ്യും? അല്ലാത്തവൻ ഇട്ടിട്ട് അങ്ങ് ഓടും. അവന് വേറെ ഒന്നും നോക്കേണ്ടതില്ല. ആര് ചത്താലെന്ത്, ജീവിച്ചാലെന്ത്, എനിക്ക് കിട്ടണം പണം എന്നുള്ള രീതിയിൽ അവൻ നിൽക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇടയനാണെങ്കിലേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇന്നത്തെ ആളുകളെ നോക്കിയാൽ ഞാനൊരു കാര്യം പറയാം. അവസാനത്തെ കൺക്ലൂഷൻ എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നല്ല ഇടയൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പള്ളികളിൽ കാണുന്ന പ്രവൃത്തി കാണുമോ? 1-ാം നൂറ്റാണ്ടിൽ എന്ന പോലെ പങ്കുവെച്ച് കൊടുക്കൂലേ? 1-ാം നൂറ്റാണ്ടിൽ എന്ന പോലെ യേശു രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തവും തന്ന് നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നവരുണ്ടാവൂലേ? അതേ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂലേ നല്ല ഇടയന്മാര്? അങ്ങനെ എടുക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിയോഗമുള്ള ദർശനമുള്ളവരില്ല എന്നാണ്. നമ്മൾ നല്ല ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. സർവശക്തനും സർവവ്യാപിയും കരുണാമയനുമായ കർത്താവേ, ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാവണം. എല്ലാവരും ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.